എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നാവിക് തസ്തികയിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാർ ജോലിയാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കാണ് ഇപ്പോൾ നാവിക് ജനറൽ ഡ്യൂട്ടി ആൻഡ് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാൻ കഴിയുന്നത് മെയിൽ ഇന്ത്യൻ സിറ്റിസൺസിനാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് നാവിക് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ +2 ആണ്. +2-ന് മാത്സും ഫിസിക്സും പഠിച്ചിരിക്കണം. നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ +2ഉം 10ാം ക്ലാസ്സുമാണ് യോഗ്യത വേണ്ടത്. നാവിക് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ +2ഉം നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി നോക്കാം. പ്രായപരിധി വരുന്നത് 18 മുതൽ 22 വയസ്സ് വരെയാണ്. കൂടാതെ SC/ST കാറ്റഗറി ആണെങ്കിൽ 27 വയസ്സ് വരെയും OBC കാറ്റഗറി ആണെങ്കിൽ 25 വയസ്സുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കാൻഡിഡേറ്റ്സ് സെപ്റ്റംബർ 1, 2003 ഓഗസ്റ്റ് 31, 2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇനി വേക്കൻസി നോക്കാം. ആകെ വേക്കൻസി 260 വേക്കൻസിയാണ് നാവിക് GDയുടെ വരുന്നത്. ഓരോ സോൺ അനുസരിച്ചാണ് വേക്കൻസി വരുന്നത്. നോർത്ത് സോൺ 65 വേക്കൻസി, വെസ്റ്റ് 53 വേക്കൻസി, ഈസ്റ്റ് 38 വേക്കൻസി, സൗത്ത് 54 വേക്കൻസി, സെൻട്രൽ 50 വേക്കൻസി, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നാവിക് DB ആണെങ്കിൽ 40 വേക്കൻസിയാണ് ആകെ. നോർത്ത് സോൺ 10 വേക്കൻസി, വെസ്റ്റ് 9 വേക്കൻസി, ഈസ്റ്റ് 5 വേക്കൻസി, സൗത്ത് 9 വേക്കൻസി, സെൻട്രൽ 7 വേക്കൻസി എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത്. ഇതിൽ കേരള വരുന്നത് ഓഫ് കോഴ്സ് സൗത്ത് റീജിയണിലാണ്, സൗത്ത് സോണിലാണ് കേരള വരുന്നത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ വരുന്നത് സ്റ്റേജ് 1, 2, 3, 4 ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കും. പിന്നീട് വേക്കൻസിയോട് അനുസരിച്ചായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കമ്പൽസറി ആയിട്ട് സ്റ്റേജ് 1ഉം 2ഉം 3ഉം 4ഉം പാസ്സായിരിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേജ് 1ൽ വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ എക്സാം സെൻറ്ററിൽ കൊണ്ടുപോകേണ്ടത് നോക്കാം. വാലിഡ് ഒറിജിനൽ ഐഡൻറ്റിറ്റി പ്രൂഫ് കൊണ്ടുപോവുക. അതായത് നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ്, വോട്ടേഴ്സ് ID അല്ലെങ്കിൽ ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകണം. 2 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകണം. അത് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത് കൊടുത്തിരിക്കുന്ന സെയിം ഫോട്ടോ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും എക്സാമിന് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകേണ്ടതാണ്. ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനായിരിക്കും എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിന് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. നാവിക് DBയിൽ സെക്ഷൻ 1 ആയിട്ട് റിട്ടേൺ ടെസ്റ്റ് വരുന്നുണ്ട്. നാവിക് GDയിൽ സെക്ഷൻ 1+2 ആണ് റിട്ടേൺ എക്സാം വരുന്നത്. എക്സാം സബ്ജക്ട്സും ഡീറ്റെയിൽസും നോക്കാം. സെക്ഷൻ 1ൽ വരുന്നത് മാത്സ് 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, ഇംഗ്ലീഷ് 15 മാർക്ക്, റീസണിങ് 10 മാർക്ക്, GK 5 മാർക്കാണ്. സിലബസ് വരുന്നത് 10ാം ക്ലാസ്സിൻ്റെ സിലബസ് ആയിരിക്കും. ഇനി സെക്ഷൻ 2ൽ വരുന്നത് മാത്സ് 25 മാർക്ക്, ഫിസിക്സ് 25 മാർക്കാണ്. ഇവിടെ +2ൻ്റെ സിലബസ് അനുസരിച്ചാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പാസിംഗ് മാർക്ക് വേണ്ടത് അൺറിസർവ്ഡ് EWS OBC കാറ്റഗറി ആണെങ്കിൽ 30 മാർക്കാണ്. SC/ST കാറ്റഗറിക്ക് 27 മാർക്കാണ് സെക്ഷൻ 1ൽ വരേണ്ടത്. സെക്ഷൻ 2 ആകുമ്പോഴത്തേക്കും SC/STക്ക് 17 മാർക്ക്, ബാക്കിയുള്ള കാറ്റഗറിക്ക് 20 മാർക്കാണ് പാസിംഗ് മാർക്ക് വരുന്നത്. ടോട്ടൽ മാർക്ക് സെക്ഷൻ 1 60 മാർക്കും സെക്ഷൻ 2 50 മാർക്കുമാണ്. അപ്പോൾ നാവിക് DB ആണെങ്കിൽ സെക്ഷൻ 1 മാത്രമേ ഉള്ളൂ. നാവിക് GD ആകുമ്പോഴത്തേക്കും സെക്ഷൻ 1ഉം ഉണ്ട് 2ഉം ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ പാസ്സാവുന്ന കാൻഡിഡേറ്റ്സിന് സ്റ്റേജ് 2 വരുന്നുണ്ട്. സ്റ്റേജ് 2ൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അസസ്മെൻറ്റ് ടെസ്റ്റ് വരുന്നുണ്ട്. OMR ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാമിന് 1 അവർ കഴിയുമ്പോഴത്തേക്കും റിസൾട്ട് വരുന്നതാണ്. അത് പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വരുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് വരുന്നത് നോക്കാം.
1.6 കിലോമീറ്റർ റൺ ടു ബി കംപ്ലീറ്റഡ് ഇൻ 7 മിനിറ്റ്സ്. 7 മിനിറ്റിൽ 1.6 കിലോമീറ്റർ റേസ് വരുന്നുണ്ട്. 20 സ്ക്വാഡ് അപ്സ് വരുന്നുണ്ട്. 10 പുഷപ്പ് വരുന്നുണ്ട്. ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഈ 3 ടെസ്റ്റും കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും വരുന്നത്. ബ്രേക്ക് ഇല്ലാതെയാണ് ഈ ടെസ്റ്റ് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ID കാർഡ്, മറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ അവിടെ വെച്ച് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ എക്സാമിനേഷനുണ്ട്. മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൽ ഫിറ്റായിട്ടുള്ളവരെയാണ് സ്റ്റേജ് 3യിലേക്ക് പോകുന്നത്. സ്റ്റേജ് 3യിൽ വരുന്നത് ബേസിക് ഐഡൻറ്റിറ്റി ചെക്കാണ്. അതായത് നിങ്ങളുടെ ആധാർ കാർഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും അവിടെയും. പ്രീ എൻറോൾമെൻറ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. പിന്നീട് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും പോലീസ് വെരിഫിക്കേഷൻ ഫോംസും ഒക്കെ തന്നെ ഈ സ്റ്റേജിൽ വെച്ചാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേജ് 4 വരുന്നത്. നിങ്ങളുടെ ട്രെയിനിങ്ങിന് മുമ്പ് നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് സ്റ്റേജസ് വരുന്നത്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് സ്റ്റേജ് 1, 2, 3, 4 വരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഫെബ്രുവരി 11 മുതലാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 25 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫെബ്രുവരി 11 തീയതിയാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപേക്ഷിക്കേണ്ട സൈറ്റ് joinindiancoastguard.cdac.in/CGEPT/ ആണ്. നിങ്ങൾ ഈ സൈറ്റിൽ കയറി ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും കൊടുത്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഒരു കാൻഡിഡേറ്റിന് ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതായത് ഒന്നെങ്കിൽ നാവിക് GD അല്ലെങ്കിൽ നാവിക് DB ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ. റിക്രൂട്ട്മെൻറ്റ് പല സ്റ്റേജുകളിലായിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റേജ് 1ൽ വരുന്നുണ്ട് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ വേണം. അത് 3 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം. കാൻഡിഡേറ്റിൻ്റെ സ്കാൻഡ് സിഗ്നേച്ചർ ഇമേജ് വേണം. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, അത് 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. ID പ്രൂഫ് വേണം. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ സ്റ്റേജ് 2ൽ വരുമ്പോഴത്തേക്കും കാറ്റഗറി സർട്ടിഫിക്കറ്റ്, SC അല്ലെങ്കിൽ ST അല്ലെങ്കിൽ OBCയുടെ അല്ലെങ്കിൽ EWSൻ്റെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, 10th മാർക്ക് ഷീറ്റ്, 10th സർട്ടിഫിക്കറ്റ്. നാവിക് GD കാൻഡിഡേറ്റ്സിന് +2 മാർക്ക് ഷീറ്റ്, +2 സർട്ടിഫിക്കറ്റ്. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് വരുന്നത്. പിന്നെ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. EWS ആണെന്നുണ്ടെങ്കിലും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ ഹാജരാക്കാനായിട്ട്. എല്ലാ ഡോക്യുമെൻറ്റ്സിനെയും സൈസ് പറയുന്നത് 50 KB മുതൽ 150 KB വരെയാണ്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും വാലിഡിറ്റി ഡിസംബർ 31, 2025 വരെയെങ്കിലും ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കണം. മലയാളത്തിൽ വരുന്ന ഡോക്യുമെൻറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യരുത്. അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ ഒന്നും എല്ലാം ഇംഗ്ലീഷ് ആയിരിക്കണം, വേറെ ലാംഗ്വേജ് പാടില്ല. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കണം. ഇനി എക്സാമിന് വേണ്ടിയിട്ട് എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട്. എക്സാം ഫീസ് വരുന്നത് 300 രൂപയാണ്. എക്സാം ഫീസ് വരുന്നത്. SC ഓർ ST കാറ്റഗറിക്ക് എക്സാം ഫീസ് ഇല്ല. ഇനി എക്സാം സിറ്റി എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ഒരു കാൻഡിഡേറ്റിന് 5 സിറ്റി വരെ പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എക്സാമിൻ്റെ ഏകദേശം ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേജ് 1 വരുന്നത് ഏപ്രിൽ മാസത്തിലായിരിക്കും. സ്റ്റേജ് 2 ജൂൺ. സ്റ്റേജ് 3 വരുന്നത് സെപ്റ്റംബർ 2025 എക്സാമിൻ്റെ ഒരു ഷെഡ്യൂൾ അല്ലെ ടെൻറ്റേറ്റീവായിട്ടുള്ള ഡേറ്റ്സ് ആണ് പറയുന്നത്. ഇതായിരിക്കും ഒരു ഏകദേശം ഡേറ്റ് വരുന്നത്. എക്സാമിൻ്റെ ഒക്കെ തന്നെ ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓരോ സ്റ്റേജിലും വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈറ്റ് വേണ്ടത് 157 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ആണ്. വെയ്റ്റ് ഹൈറ്റിനും ഏജിനും പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം. ഹിയറിംഗ് നോർമൽ ആയിരിക്കണം. ബേസിക് ട്രെയിനിങ് തുടങ്ങുന്നത് സെപ്റ്റംബർ മാസം മുതലായിരിക്കും. ഇനി ശമ്പളം വരുന്നത് എത്രയാണെന്ന് നോക്കാം. നാവിക് GD ആണെങ്കിൽ ബേസിക് പേ വരുന്നത് 21,700 രൂപയാണ്. നാവിക് DBക്കും ബേസിക് പേ വരുന്നത് 21,700 രൂപ തന്നെയാണ്.
പ്രൊമോഷൻ കിട്ടുമ്പോഴത്തേക്കും, അതായത് പ്രധാൻ അധികാരി റാങ്കിലൊക്കെ എത്തുമ്പോഴത്തേക്കും ശമ്പളം 47,600 വരെ കിട്ടുന്നതാണ്. കൂടാതെ ഡിയർനെസ് അലവൻസ് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഒരുപാട് അതർ ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 25 ആണ്, മറക്കണ്ട. അപ്ലൈ ചെയ്യാനായിട്ട് ഈ കാണുന്ന QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും +2 യോഗ്യതയുള്ളവർക്കുമാണ് അവസരമുള്ളത്. നാവിക് ജനറൽ ഡ്യൂട്ടി, നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ള മെയിൽ സിറ്റിസൺസിന് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.